വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ബിന്നിങ് എന്നുള്ളത്. ബിന്നിങ് എന്ന് പറയുന്നത് ഒരു ഡേറ്റ സ്മൂത്തിങ് മെത്തേഡാണ്. ദ ബിന്നിങ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ സ്മൂത്തിങ് ദ ഡേറ്റ. ഡേറ്റ സ്മൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ബിന്നിങ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. മോസ്റ്റ്ലി ഡേറ്റ എന്ന് പറയുന്നത് ഫുൾ ഓഫ് നോയ്സ് ആണ്. അപ്പം നോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേറ്റയിൽ ഉണ്ടാവുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള വേരിയേഷനെയാണ് നമ്മൾ നോയ്സ് എന്ന് വിളിക്കുന്നത്. It is an unwanted or incorrect data that does not represent the actual information. ആക്ച്വൽ ഇൻഫർമേഷനെ റെപ്രസെന്റ് ചെയ്യാത്ത അൺവാണ്ടഡ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഡേറ്റയെ നമ്മൾ നോയ്സ് എന്ന് വിളിക്കാം. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ മെഷർമെന്റ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന എറേഴ്സ് അല്ലെങ്കിൽ ഡേറ്റ എൻട്രിയുടെ ടൈമിൽ ഉണ്ടാകുന്ന എറേഴ്സ് ഒക്കെ കാരണമാണ് ഈ നോയ്സ് ഉണ്ടാകുന്നത്. ഇനി ഡേറ്റ സ്മൂത്തിങ് എന്ന് പറയുന്നത് ഒരു ഡേറ്റ പ്രീ പ്രോസസ്സിംഗ് ടെക്നിക്കാണ്. അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഡേറ്റ സെറ്റിലുള്ള നോയ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഈ ഡേറ്റ സ്മൂത്തിങ് മെത്തേഡ് മെയിൻലി 3 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആദ്യത്തേതാണ് ഈക്വൽ ഫ്രീക്വൻസി ബിൻസ് എന്നുള്ളത്, രണ്ടാമത്തത് സ്മൂത്തിങ് ദ ഡേറ്റ ബൈ ബിൻ മീൻസ്, മൂന്നാമത്തത് സ്മൂത്തിങ് ദ ഡേറ്റ ബൈ ബിൻ ബൗണ്ടറീസ്, നാലാമത് ഒരെണ്ണം കൂടെ ഉണ്ട് സ്മൂത്തിങ് ദ ഡേറ്റ ബൈ ബിൻ മീഡിയൻ. ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള ഡേറ്റ സ്മൂത്തിങ് ടെക്നിക്സ്. അതിൽ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, ഈക്വൽ ഫ്രീക്വൻസി ബിൻ. ഞാനിവിടെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഒരു അൺസോർട്ടഡ് ഡേറ്റ തന്നിട്ടുണ്ട്. അപ്പോൾ ബിഫോർ സോർട്ടിങ് നമ്മുടെ ഡേറ്റ സെറ്റ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ ഒരു രീതിയിൽ നമുക്കിവിടെ തന്നിട്ടുണ്ട് ഡേറ്റ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു അൺസോർട്ടഡ് ആയിട്ടുള്ള ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ സോർട്ട് ചെയ്യണം. സോർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തന്നിരിക്കുന്ന ഡേറ്റാ സെറ്റ് ഈ രീതിയിലാവും. അതായത് ചെറുതിൽ നിന്നും വലുതിലേക്കുള്ള രീതിയിൽ നിങ്ങൾ എഴുതുക. ഇനി ഫസ്റ്റ് ടെക്നിക് ആയിട്ടുള്ള സ്മൂത്തിങ് ദ ഡേറ്റ ബൈ ഈക്വൽ ഫ്രീക്വൻസി ബിൻസ് എങ്ങനെ ചെയ്യുന്നു നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ബിൻ സൈസ് തന്നിട്ടുണ്ടാവും. ഇവിടെ ബിൻ സൈസ് ഞാൻ ഒരു 4 ആണ്. ബിൻ സൈസ് ഞാൻ 4 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈക്വൽ ഫ്രീക്വൻസി ബിൻസ് എന്ന് പറയുമ്പോൾ എത്ര നമ്പർ ഓഫ് ബിൻസ് ആണ് ഈ തന്നിരിക്കുന്ന ഡേറ്റയിൽ നമ്മൾ ഇടേണ്ടതെന്നാണ് ആദ്യം നോക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവമുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ഡേറ്റ പോയിന്റ് ഡിവൈഡഡ് ബൈ ബിൻ സൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്പർ ഓഫ് ബിൻസ് എന്നുള്ളത് കിട്ടും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ഡേറ്റ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇത് കൗണ്ട് ചെയ്ത് നോക്കുക. ഇത് കൗണ്ട് ചെയ്യുമ്പോൾ 12 ആണ് കിട്ടുന്നത്. അങ്ങനെയാണ് നമ്പർ ഓഫ് ബിൻസ് എന്ന് പറയുന്നത് 12 ഡിവൈഡഡ് ബൈ ബിൻ സൈസ് എത്രയായിരുന്നു? 4. അങ്ങനെയാണ് നമുക്ക് എത്ര കിട്ടുന്നത്? നമ്പർ ഓഫ് ബിൻസ് 3 എന്ന് കിട്ടുന്നത്. അങ്ങനെയാണ് നമ്മളിവിടെ ബിൻ 1, ബിൻ 2, ബിൻ 3 എന്നുള്ള രീതിയിൽ എഴുതുന്നത്. ഇനി സിമ്പിൾ ആണ്. ഈക്വൽ ഫ്രീക്വൻസി ബിൻസ് എന്നല്ലേ പറയുന്നത്. ഈ 3 ബിന്നിന്റെ ബിൻ സൈസ് എത്രയായിരുന്നു? 4 ആണ്. അപ്പൊ 4 ആൾക്കാരെ വെച്ച് അതായത് 4 ആൾക്കാരെയും ഓരോ ബിന്നിൽ അസൈൻ ചെയ്യുക. 8, 9, 15, 16 ഫസ്റ്റ് ബിന്നിൽ, അടുത്ത 4 പേര് അടുത്ത സെക്കൻഡ് ബിന്നിൽ, അടുത്ത 4 പേര് അടുത്ത തേർഡ് ബിന്നിൽ. ഇത്രയേ ഉള്ളൂ ഈക്വൽ ഫ്രീക്വൻസി ബിൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഈ ബിൻ മീൻസ് എന്നുള്ളത്. ആദ്യം തന്നെ നമ്മൾ സോർട്ടഡ് ഡേറ്റ എടുത്ത് എഴുതുക. നമ്മൾ സെയിം എടുത്തിരിക്കുന്ന ബിൻ തന്നെയാണ്. ബിൻ 1, ബിൻ 2, ബിൻ 3. ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ബിൻ മീൻസ് എന്നല്ലേ. ഈ തന്നിരിക്കുന്ന ബിൻ 1ലുള്ള ഡേറ്റ പോയിന്റിന്റെ എല്ലാം മീൻ എടുക്കണം. അതായത് 8 + 9 + 15 + 16 എത്ര ആൾക്കാരുണ്ട്? 1, 2, 3, 4. അങ്ങനെയാണ് ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 12 എന്ന് കിട്ടുന്നത്. അതേപോലെ തന്നെ മീൻ ഓഫ് ബിൻ 2 എടുക്കുക. സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യാം. ബിൻ 3യുടെ മീൻ എടുക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ ഡേറ്റ സ്മൂത്തിങ് ബൈ ബിൻ മീൻസ് എന്നല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? നമ്മൾ 3ന്റെയും മീൻ എടുത്തു വെച്ചു. ഇനി നമ്മുടെ ബിന്നിൽ എന്ത് അസൈൻ ചെയ്ത് കൊടുക്കണം? ഈ മീൻ നമുക്ക് എന്ത് വാല്യൂ ആണോ കിട്ടിയത് ആ വാല്യൂ വേണം ആ 4 ആൾക്കാരെയും റീപ്ലേസ് ചെയ്തിട്ട് എന്താണോ നമുക്ക് മീൻ വാല്യൂ കിട്ടിയത് ആ വാല്യൂ ഇട്ട് കൊടുക്കുക. ഇത് കണ്ടോ? 12,12,12. അതേപോലെ ഇവിടെ 23 ആണ് കിട്ടിയത്. അപ്പോൾ 4 പ്രാവശ്യം 23 ബിൻ 2ൽ ഇടുക. ഇവിടെ നമുക്ക് മീൻ 30 ആണ് കിട്ടിയത്. അപ്പോൾ 4 പ്രാവശ്യം 30 എന്നുള്ളത് ബിൻ 3ൽ ഇടുക. ഇത്രേ ഉള്ളൂ ബിൻ മീൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ബിൻ ബൗണ്ടറി എന്ന് പറയുന്നത്. ബിൻ ബൗണ്ടറി എന്ന് പറയുന്നത് സെയിം. നമ്മൾ ആദ്യം സോർട്ടഡ് ഡേറ്റ എടുത്ത് എഴുതുക. ബിൻ 1ൽ സെയിം ആൾക്കാർ തന്നെയുണ്ട്. ബിൻ 2ലും സെയിം ആൾക്കാരാണ്, നമ്മുടെ നേരത്തെ ആൾക്കാർ തന്നെയാണുള്ളത്. ബിൻ 3ലും ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇവിടെ എന്താ പറയുന്നത്? ബിൻ ബൗണ്ടറി ആണ് ഡേറ്റ സ്മൂത്തിങ് നോക്കുന്നത്. ഇവിടെ ശ്രദ്ധിച്ചോ കേട്ടോ, ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അത്ര ഒന്ന് ശ്രദ്ധിച്ചാൽ ഇത് പെട്ടെന്ന് മനസ്സിലാവുന്നേ ഉള്ളൂ. ഇവിടെ നോക്കിക്കേ, ഈ ബൗണ്ടറിയിലുള്ള ആൾക്കാരെ വെച്ചിട്ട് വേണം നമ്മൾ റീപ്ലേസ് ചെയ്യാൻ. നോക്കിക്കോ, ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ 8 എന്ന് പറയുന്നതും 16 എന്ന് പറയുന്നതുമാണ് ബൗണ്ടറിയിലുള്ള ആൾക്കാർ. ഈ 2 വാല്യൂസും ഏതിൻ്റെ അടുത്താണോ വരുന്നത് അവരെ വെച്ച് ഇതിനെ റീപ്ലേസ് ചെയ്യണം. അതായത് 9 എന്ന് പറയുന്നത് 16ന്റെ അടുത്താണോ അതോ 8ന്റെ അടുത്താണോ? അതായത് 9 എന്ന് പറയുമ്പോൾ ക്ലോസ് ആയിട്ട് വരുന്നത് 8ന്റെ അടുത്താണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ 9 റീപ്ലേസ് ചെയ്ത് 8 തന്നെ വന്നത്. ഇനി 15 എന്ന് പറയുന്നത് 8ന്റെ ക്ലോസ് ആയിട്ടാണോ 16 ക്ലോസ് ആയിട്ടാണോ വരുന്നത്?
അതായത് 16-ന് മുന്നേ അല്ലേ 15 വരുന്നത്, അതായത് കൂടുതൽ ക്ലോസ് ആയിട്ടുള്ളത് 60 ആയിട്ടാണ്. അതുകൊണ്ടാണ് ഈ 15 നമ്മൾ റീപ്ലേസ് ചെയ്ത് 60 ആക്കിയിരിക്കുന്നത്. ഇതാണ് സിംപ്ലി ബിൻ ബൗണ്ടറി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ബിൻ 1ന്റെ ആഫ്റ്റർ ബിൻ ബൗണ്ടറി നമുക്ക് ബിൻ 1 ഇങ്ങനെ ആയിട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ ബിൻ 2 ഒന്ന് നോക്കിക്കേ. ബിൻ 2-ൽ നടുക്കുള്ള ആളാരാ? 21-ഉം 24-ഉം. ഈ ബൗണ്ടറിയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ബൗണ്ടറി 21-ഉം 26-ഉം. 21-ന്റെ എന്ന് വെച്ചാൽ 21 തന്നെയല്ല, അപ്പം നമ്മൾ അവിടെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 21 തന്നെ. ഈ 24 26-ന്റെ അടുത്താണോ 21-ന്റെ അടുത്താണോ? 24 എന്ന് പറയുന്നത് 26 ആയിട്ടല്ലേ കൂടുതൽ ക്ലോസ്. അതുകൊണ്ടാണ് ഇവിടെ എന്താണ് 26 ആയിട്ട് ഈ 24 റീപ്ലേസ് ചെയ്തത്. ബിൻ 3-ലും ഇതേപോലെ തന്നെ നോക്കണം. ബൗണ്ടറിയിൽ കിടക്കുന്നത് 27-ഉം 34-ഉം ആണ്. നടുക്ക് കിടക്കുന്നത് ആരാണ്? രണ്ട് നമ്പറും 30 എന്നുള്ളത് തന്നെയാണ്. അപ്പൊ 27 അല്ലേ 30 ആയിട്ട് ക്ലോസ് ആയിട്ട് കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഈ 30 എന്നുള്ളത് രണ്ടും റീപ്ലേസ് ചെയ്ത് 27 ആയിട്ട് എഴുതാം. ഇതാണ് സിംപ്ലി ബിൻ ബൗണ്ടറി എന്ന് പറയുന്നത്. ഇനി ഒരു ഡേറ്റ സ്മൂത്തിങ് ടെക്നിക്ക് കൂടെ ഉണ്ട്, ബൈ ബിൻ മീഡിയൻ എന്നുള്ളത്. ഇതിന് ഞാനൊരു എക്സാമ്പിൾ, ഒരു സോർട്ടഡ് ഡേറ്റ തന്നെയാണ് കൊടുക്കുന്നത്. അതായത് 1 2 3 4 5 9 ഈ രീതിയിലാണ് ഞാൻ സോർട്ടഡ് ഡേറ്റ തന്നിരിക്കുന്നത്. ബിൻ സൈസ് ഞാനൊരു 3 ആണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര നമ്പർ ഓഫ് ബിൻസ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് ബിൻസ് എന്ന് പറയുന്നത് ഡേറ്റ പോയിന്റ് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 ആണുള്ളത്. നമ്പർ ഓഫ് ബിൻ എത്ര എണ്ണമാണുള്ളത്? ബിൻ സൈസ് എത്രയാണുള്ളത്? 3 ആണുള്ളത്. അപ്പോൾ നമ്മുടെ ബിൻ എത്രയാണ് വരുന്നത്? നമ്പർ ഓഫ് ബിന്ന് 2 എണ്ണമാണ് വരുന്നത്. അങ്ങനെയാണ് ഇവിടെ ബിൻ 1 ബിൻ 2 വരുന്നത്. നേരെ 3 എണ്ണം വെച്ച് ബിൻ സൈസ് 3 ആണല്ലോ. അപ്പോൾ 1 2 3 എന്നുള്ളത് ഫസ്റ്റ് ബിന്നിൽ പോവും, 4 5 9 എന്നുള്ളത് അടുത്ത ബിന്നിൽ പോവും. ഈ ബിൻ മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നടുക്ക് വരുന്ന ആൾ ആരാണോ അയാളെ വെച്ച് ഈ ബാക്കി 3 പേരെ അങ്ങ് റീപ്ലേസ് ചെയ്ത് എഴുതുക. ഇപ്പൊ നമ്മുടെ നടുക്ക് ആരാ മീഡിയൻ ആയിട്ട് വരുന്നത്? 2 അല്ലേ. അപ്പൊ 2 റീപ്ലേസ് ചെയ്ത് ഈ 1-ന്റെയും 3-ന്റെയും അവിടെ എഴുതുക. ഇവിടെ ബിൻ 2-ലോ 5 ആണ് മീഡിയൻ ആയിട്ട് വരുന്നത്. അപ്പൊ 4-ഉം 9-ഉം റീപ്ലേസ് ചെയ്ത് 5 അങ്ങ് ഇടുക. ഇത്രേ ഉള്ളൂ ബിന്നിങ് എന്ന് പറയുന്നത്. ഇത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പായിട്ടും പഠിക്കേണ്ടതാണ് എക്സാമിന്.